രണ്ടാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് റാപ്റ്റർ എന്ന് പറയും. ഓക്കെ, സോ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിരിക്കുന്ന ഫ്ലോ ചാർട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ ടൂൾ ആണ് റാപ്റ്റർ. ഓക്കെ, സോ റാപ്റ്റർ കിട്ടാനായിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന സൈറ്റിലേക്ക് നമ്മൾ പോവാം. സോ ഗോയിങ് ടു ദ സൈറ്റ് റാപ്റ്റർ. ഇവിടെ റാപ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിലുള്ള റാപ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയ റാപ്റ്റർ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ ഈ വേർഷൻ ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. ലേറ്റസ്റ്റ് വേർഷനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയുള്ള വേർഷൻസ് ആണെങ്കിൽ നിങ്ങൾ സിസ്റ്റം അനുസരിച്ച് മാക് ആണെങ്കിൽ മാക്, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇൻസ്റ്റാൾ ചെയ്ത വിൻഡോസ് ആണെങ്കിൽ .NET ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോം .NET വേർഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ജസ്റ്റ് ഒരു ചെറിയൊരു ഫയലാണ്. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് അത് ചോദിക്കും. ആ സമയത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, സോ റാപ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീനാണ് കിട്ടുക. സോ ഈ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ ടൂൾസിൽ വരുന്ന നമുക്കിവിടെ കുറച്ച് ടാബ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾസ് ഉണ്ട്. ആവശ്യമായ സിമ്പിൾസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഓരോ ബ്ലോക്കിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആവശ്യമായ ഫ്ലോ ചാർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിങ് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് അങ്ങനെ ചെയ്ത് നോക്കണം. ദ യൂസ് ഓഫ് ടൂൾസ് ലൈക്ക് റാപ്റ്റർ ഈസ് സജസ്റ്റഡ്. ഫ്ലോ ചാർട്ട്സ് ഫോർ ദ സാമ്പിൾ പ്രോഗ്രാം ലിസ്റ്റഡ് ഏർലിയർ മേ ബി ഡിസ്കസ്ഡ്. സോ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ പ്രോഗ്രാംസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത് ഇത്രയും ലിസ്റ്റാണ്. അതിൽ ആദ്യത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കേണ്ടത് ഇവാലുവേറ്റ് ആൻ എക്സ്പ്രഷൻ D is equal to A plus B into C. ഓക്കെ, സോ എയും ബിയും സിയും നമ്മൾ യൂസറിൽ നിന്ന് ഇൻപുട്ട് ചെയ്യാം. ദെൻ ഇവാലുവേറ്റ് ദ എക്സ്പ്രഷൻ ആൻഡ് ഫൈനലി പ്രിന്റ് ദ വാല്യൂ ഓഫ് D. സോ അതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ നമ്മൾ റാപ്റ്ററിലേക്ക് വരിക. ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ടും എൻഡും വരും. സോ നമുക്ക് നമ്മളുടെ പ്രോഗ്രാം അനുസരിച്ച് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് എ ആൻഡ് ബിയിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് ABC ഇൻപുട്ട് റീഡ് ചെയ്യണം. സോ ഇൻപുട്ട് റീഡ് ചെയ്യാനുള്ള സെഗ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്ന ഇൻപുട്ട് ബ്ലോക്ക് എടുക്കുക. സോ അവിടെ ക്ലിക്ക് ചെയ്യുക. അത് റെഡ് ആകുമ്പോൾ എവിടെയാണ് നമ്മൾ ഇൻപുട്ട് എൻ്റർ ചെയ്യേണ്ടത്? സോ നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. സോ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യും. സോ 3 ഇൻപുട്ട് റീഡ് ചെയ്യണം. സോ 3 ടൈംസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഡബിൾ ക്ലിക്ക് ദ ഫസ്റ്റ് ബ്ലോക്ക്. ദെൻ അവിടെ നമുക്ക് ഇൻപുട്ട് മെസ്സേജ് കൊടുക്കാം. ഇൻപുട്ട് ദി ഇൻപുട്ട് എ. ഓക്കെ, വേരിയബിളിൻ്റെ വേരിയബിളിൻ്റെ പേര് നമുക്ക് എ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഇൻപുട്ട് നമ്മൾ യൂസറോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഇൻപുട്ട് ബി ഇൻപുട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ വേരിയബിളിൻ്റെ നെയിം നമ്മൾ ബി എന്ന് കൊടുത്തു. മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ സെയിം ഇൻപുട്ട് മെസ്സേജ് കൊടുക്കുക. ഇൻപുട്ട് സി, വേരിയബിളിൻ്റെ പേര് സി എന്ന് കൊടുത്തു. സോ ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ തന്നെ വേരിയബിളിൻ്റെ പേരും കൊടുക്കാം. ഓക്കെ, ദെൻ ഇപ്പോൾ 3 ഇൻപുട്ട് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. 3 ഇൻപുട്ട് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D = A plus B into C ആണ്. സോ ആ സെക്ഷൻ നമ്മൾ റാപ്റ്ററിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് D എന്ന് പറയുന്നത് അസൈൻമെൻ്റ് ആണ്. സോ നമ്മൾ അസൈൻമെൻറ്റിലേക്ക് കൊടുക്കുക. സോ അസൈൻമെൻറ്റ് അത് ക്ലിക്ക് ചെയ്തു. 3 ഇൻപുട്ടും റീഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. സോ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ട വാല്യൂ വേരിയബിൾ D ആണ്. വാരിയബിളിനെ അസൈൻ ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് A plus B into C ആണ്. സോ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? D = A plus B into C ആണ്. നമ്മളത് ഡൺ കൊടുക്കും. സോ D വാല്യൂവിനെ A plus B into C, ബിയും സിയും എയും ബിയും സിയും യൂസറിൽ നിന്ന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്തു. അതിനെ A plus B into C ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഡിയിലേക്ക് അസൈൻ ചെയ്തു. ദെൻ അസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് വാല്യൂ പ്രിന്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് വേരിയബിൾ കോൾ ചെയ്യാം. ഔട്ട്പുട്ട് എന്ന് പറയുന്ന ബ്ലോക്ക് കോൾ ചെയ്യാം. അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ റീപ്ലേസ് ചെയ്യാം. ദെൻ ഔട്ട്പുട്ട് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് ദി ഔട്ട്പുട്ട് ആഫ്റ്റർ
ഇവാലുവേഷൻ ഈസ്. ഓക്കെ, ഇത് നമുക്കൊരു മെസ്സേജ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. സോ മെസ്സേജ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇൻവേർട്ടഡ് കോഡ്സിൽ കൊടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിയുടെ ആൻസർ കൂടി പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ ഡി ഒരു വേരിയബിൾ ആയതുകൊണ്ട് വി ക്യാൻ ഗിവ് ഇറ്റ് ഔട്ട്സൈഡ് ദ ഇൻവേർട്ടഡ് കോഡ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യും. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണാനായിട്ട് ഈ പ്രോഗ്രാമിംഗ് സ്പീഡ് നമുക്ക് കുറച്ചിട്ട് റൺ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ പ്രോഗ്രാം എന്ന രീതിയിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സോ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സോ സ്റ്റാർട്ടിങ് കറണ്ട് എക്സിക്യൂട്ടിങ് സ്റ്റാർട്ടാണ്, അതാണ് അതോട് ഒരു ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് പോകുന്നു. സോ ഇൻപുട്ട് എ അതാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ അത് സെലക്ട് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. സോ അവർ നമ്മളോട് ചോദിക്കുകയാണ് ഇൻപുട്ട് എ വാല്യൂ ഇൻപുട്ട് ചെയ്യാനുള്ള മെസ്സേജ് നമ്മൾ എന്താണ് അവിടെ കൊടുക്കുക, ആ ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്നത് ആ മെസ്സേജ് ഇവിടെ വരും. ദെൻ എയുടെ വാല്യൂ ഞാൻ 5 എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് ബി ഇൻപുട്ട് ചെയ്യാനാണ്. നമ്മൾ വീണ്ടും അവിടെ നെക്സ്റ്റ് അടിച്ചു. സോ ഇൻപുട്ട് ബി, ഇവിടുത്തെ ഈ മെസ്സേജ് അവിടെ തന്നെ വന്നു. ബിയുടെ വാല്യൂ സേ 2 എന്ന് കൊടുത്തു. ദെൻ മൂന്നാമത്തെ ബ്ലോക്കിലെത്തി, അതിനെ നമ്മൾ വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ റൺ ചെയ്തു. ഇൻപുട്ട് സി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. സിയുടെ വാല്യൂ ഞാൻ 3 എന്ന് കൊടുത്തു. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, എ ഇൻറ്റു ബി പ്ലസ് സി, എ പ്ലസ് ബി ഇൻറ്റു സി. സോ ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്തു. സോ ഡിയുടെ വാല്യൂ 11 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. സ്റ്റിൽ അത് പ്രിന്റ് ചെയ്തിട്ടില്ല. വീണ്ടും നമ്മളൊരു നെക്സ്റ്റ് ബട്ടൺ അടിക്കുമ്പോൾ ആ റിസൾട്ട് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് വന്നു. ദ ഔട്ട്പുട്ട് ആഫ്റ്റർ ഇവാലുവേഷൻ ഈസ് 11. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മെസ്സേജും ഡിയുടെ വാല്യൂം പ്രിന്റ് ചെയ്ത് നമുക്ക് വന്നു. ഓക്കെ, സോ ആഫ്റ്റർ ദെൻ എൻഡ് ആണ്. സോ നമുക്ക് പ്രോഗ്രാം റിസൾട്ട് ക്ലിയർ ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു, പ്രോഗ്രാം ടെർമിനേറ്റ് ആയി. ഓക്കെ, സോ ഇതാണ് റാപ്റ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, അതുവഴി കോഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ നിന്ന് ചെയ്യാവുന്ന ഒരു ജനറേറ്റ് C++ൻ്റെയും C#ൻ്റെയും ജാവ VBA ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഡും ജനറേറ്റ് ചെയ്യാം. ബട്ട് ആ കോഡിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ കറസ്പോണ്ടിങ് കമ്പൈലറിട്ട് ചെറിയൊരു മോഡിഫിക്കേഷൻ അങ്ങ് നടത്തേണ്ടി വരും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫയൽസ് റാപ്റ്റർ എന്നുള്ള ഒരു സിൻടാക്സ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വരിക. സോ കറസ്പോണ്ടിങ് ടു C++ ആണെങ്കിൽ ഇൻപുട്ട് റീഡ് ചെയ്യാനായിട്ട് CIN അത് വെച്ച് മോഡിഫൈ ചെയ്യേണ്ടി വരും. പിന്നെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ എന്നോർത്ത് റാപ്റ്റർ ഔട്ട് എന്നൊക്കെ ആയിരിക്കും വരിക. അതിന് നമ്മൾ C out കൊടുത്ത് ചെയ്യേണ്ടി വരും. സോ അത് താല്പര്യമുള്ളവർ ആ രീതിയിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് പൈത്തണിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. ഓക്കെ, സോ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ C# ആണെങ്കിൽ അല്ലെങ്കിൽ C++ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫയൽ എവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡറിൽ കറസ്പോണ്ടിങ് ഫയൽസും CPP ഫയൽസും ക്രിയേറ്റ് ചെയ്യും. ദെൻ അത് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ കമ്പൈലറിലേക്ക് ലോഡ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിവേ ദാറ്റ് ഈസ് നോട്ട് important to the scope of this raptor. So we have already done with the evaluate an expression D is equal to A plus B into C. Okay, so next എക്സ്പെരിമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. സോ നമുക്ക് പ്രോബ്ലം അറിയാം, സെയിം ക്വസ്റ്റ്യൻ തന്നെ, സെയിം മെത്തേഡ് തന്നെ. ഓക്കെ, സോ ഡിലീറ്റ് ചെയ്തു. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ നമുക്ക് ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് ചോദിക്കണം. ഓക്കെ, സോ പ്രിൻസിപ്പൽ എമൗണ്ട് ചോദിക്കുമ്പോൾ എൻ്റർ ദി പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, അതിന് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിന് നമ്മൾ പി എന്ന് പറയുന്ന വേരിയബിളിൽ സേവ് ചെയ്തു. ഓക്കെ, നൗ അടുത്ത മെസ്സേജിൽ നമ്മൾ ചോദിക്കുക എൻ്റർ the number of years. So number of years എൻ്റർ ചെയ്തു. നമ്പർ ഓഫ് ഇയേഴ്സിന് നമ്മൾ n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ലോഡ് ചെയ്തു. അടുത്ത് നമ്മൾ കോൾ ചെയ്യേണ്ടത് എൻ്റർ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. സോ എൻ്റർ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ആറിലേക്ക് വിളിച്ചു. ഓക്കെ, സോ 3 വേരിയബിൾ നമ്മൾ റീഡ് ചെയ്തു. ദെൻ നമുക്കറിയാം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല I is equal to PNR എന്നാണ്. സോ നമുക്കൊരു അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. സോ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ നമ്മൾ റിപ്ലേസ് ചെയ്തു. ദെൻ അസൈൻമെൻറ്റ് ചെയ്യേണ്ട വേരിയബിൾ ഐയിലാണ്. ഫോർമുല എന്ന് പറയുന്നത് P ഇൻറ്റു N ഇൻറ്റു R ഡിവൈഡഡ് ബൈ 100.
സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100. സോ ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ എന്ന ഫോർമുല നമ്മളവിടെ ഇവാലുവേറ്റ് ചെയ്തു. ദെൻ ഫൈനലി ആ വാല്യൂവിനെ നമ്മൾ റിസൾട്ടിന് പ്രിന്റ് ചെയ്യണം. സോ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഔട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ദെൻ ദ റിസൾട്ട് യു ക്യാൻ ഗിവ് ദി ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് ഓക്കെ പ്ലസ് നമ്മൾ ഐ കൂടെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഡൺ കൊടുക്കുക. ദെൻ സോ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സും അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു. അതിന് റിസൾട്ട് പ്രിന്റ് ചെയ്തു. സോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് പകരം നമ്മൾ പ്രോഗ്രാം എൻഡിൽ റൺ ചെയ്യാണ്. ഇവിടെ നമുക്ക് പ്രോഗ്രാമിംഗ് സ്പീഡ് അല്ലെങ്കിൽ റണ്ണിങ് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു 60 to 70% നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്തു. എൻ്റർ ദ വാല്യൂ, എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ സേ 5,000 rupees എന്ന രീതിയിൽ 5,000 കൊടുത്തു. ദെൻ എൻ്റർ ദ നമ്പർ ഓഫ് ഇയേഴ്സ്, 3 ഇയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്നിൻ്റെ വാല്യൂ 3 കൊടുത്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8 കൊടുത്തു. സോ ഐ ഇൻട്രസ്റ്റ് ചെയ്തു. സോ 3 വർഷത്തേക്ക് 5,000 rupeesന് 8% റേറ്റിൽ നമുക്ക് 1,200 ആയിരിക്കും അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ റിസൾട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സോ റിസൾട്ട് വന്നിരിക്കുന്നത് ദ ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് 1,200. സോ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ ഫ്ലോ ചാർട്ട് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ക്ലിയർ ദ റിസൾട്ട്, ക്ലോസ് ദിസ്. ദെൻ അടുത്ത പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിനിങ് ദ ലാർജസ്റ്റ് ഓഫ് 2 numbers. സോ 2 നമ്പർ തരും. ആ 2 നമ്പറിനെ നമ്മൾ ഇൻപുട്ടിൽ വെച്ചിട്ട് റീഡ് ചെയ്യണം. ആ റീഡ് ചെയ്തതിന് ശേഷം ആ നമ്പറിൽ ഏതാണോ ലാർജസ്റ്റ് നമ്പർ, ആ ലാർജസ്റ്റ് നമ്പറിന് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. സോ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണത് റീഡ് ചെയ്യാനുള്ളത്. സോ ആവശ്യമില്ലാത്ത നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, സോ ആദ്യം നമ്മൾ ഫസ്റ്റ് നമ്പറിന് റീഡ് ചെയ്യാണ്. സോ എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ടിന് പകരം ലെറ്റ് ഫസ്റ്റ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. സോ വേരിയബിൾ നമ്മൾ num1 ആയിട്ട് വെച്ചു. ഓക്കെ, ദെൻ രണ്ടാമത്തെ നമ്പറിനെ റീഡ് ചെയ്യണം. സോ അവിടെ എൻ്റർ ദി സെക്കൻഡ് നമ്പർ എന്നാക്കുക. എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ഓക്കെ, and variable is num2. സോ 2 നമ്പർ നമ്മൾ റീഡ് ചെയ്തു. ദെൻ ഏത് നമ്പറാണ് ലാർജസ്റ്റ് എന്നറിയണമെങ്കിൽ ലാർജസ്റ്റ് ഓഫ് ദ 2 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ഡിസിഷൻ വേണ്ടി വരും. സോ ഡിസിഷൻ ബോക്സ് എന്ന് പറയുന്നത് ഇവിടെ സെലക്ഷനാണ്. സെലക്ഷൻ ബ്ലോക്ക് 2 നമ്പർ റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ സെലക്ഷൻ ബ്ലോക്ക് നമുക്ക് ഒരു ഔട്ട്പുട്ട് വേരിയബിൾ ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് ലാർജസ്റ്റ് എന്ന് വിളിക്കാം. സോ നമ്പർ 1 നമ്പർ 2നേക്കാൾ വലുതാണെങ്കിൽ എന്താണ്, ഇഫ് num1 ഗ്രേറ്റർ ദാൻ num2. ഓക്കെ, സെക്കൻഡ് നമ്പറിനേക്കാൾ കൂടുതലാണ് ഫസ്റ്റ് നമ്പർ എങ്കിൽ യെസ് ആണെങ്കിൽ നമ്മൾക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുക്കാം. അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് നമ്പറാണ്. അത് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് num1 ആണ്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താണ്, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ ലാർജസ്റ്റ് ഈസ് num1. ഇനി ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ വലുതല്ല, മീൻസ് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് എൽസ് പാർട്ടിൽ കൊടുക്കണം. സോ ഇത് ഇഫ് കണ്ടീഷൻ ട്രൂ, എൽസ് എന്നുള്ള ഓപ്ഷനിൽ നോ വരും. സോ അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് num2 ആയിരിക്കും. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഒന്നുകിൽ ലാർജസ്റ്റ് 1 നമ്പർ 1 ആയിരിക്കും, അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ 2 ആയിരിക്കും. ദെൻ വി വിൽ പ്രിന്റ് ദ റിസൾട്ട്. ദ ലാർജസ്റ്റ് നമ്പർ ഈസ് ലാർജസ്റ്റ്. ഓക്കെ, ഓക്കെ, സോ ഇതാണ് നമുക്ക് 2 നമ്പറിൽ ലാർജസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളതാണ്. സോ അവിടെ നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡിസിഷൻ നമ്മൾ ചെക്ക് ചെയ്തു. നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ 1 ആണ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ 2 ആണ്. സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ
ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്പർ ചോദിച്ചു. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 കൊടുത്തു. എൻ്റെ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 6 കൊടുത്തു. ഓക്കെ, സോ ലാർജസ്റ്റ് നമ്പർ ഈസ് 6. സോ 5 ആൻഡ് 6 ലാർജസ്റ്റ് നമ്പർ 6 എന്ന് കിട്ടി. ഓക്കെ, സോ ലാർജസ്റ്റ് നമ്പർ പ്രിന്റ് ചെയ്തു. സോ ലെറ്റ് ക്ലിയർ ആൻഡ് വി വിൽ റൺ ദ കോഡ് അഗെയിൻ. സോ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് -58 കൊടുത്തു. ആൻഡ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് -100 കൊടുത്തു. ആൻഡ് വിൽ സീ ദ റിസൾട്ട്. ലാർജസ്റ്റ് നമ്പർ ഈസ് -58. ഓക്കെ, സോ ഈ രീതിയിൽ ഡിഫറെൻറ്റ് സ്റ്റേജ് കൊടുത്ത് നമുക്ക് പ്രോഗ്രാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ലാർജസ്റ്റ് ഓഫ് 2 നമ്പറിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് ഡിറ്റർമിനിങ് ദ സ്മോളസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പർ ഉണ്ട് നമുക്ക്. 3 നമ്പറിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതേ അൽഗോരിതം തന്നെ ഉപയോഗിക്കാം. ഫസ്റ്റ് വിൽ ഡിലീറ്റ് എവറിഥിങ്. ഓക്കെ, സോ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, ദെൻ മൂന്നാമത്തെ നമ്പർ കൂടി നമുക്ക് റീഡ് ചെയ്യണം. സോ മൂന്നാമത്തെ നമ്പർ റീഡ് ചെയ്യാനായിട്ട് ലെറ്റ്സ് മേക്ക് ഇൻപുട്ട്. ഓക്കെ, പ്ലേസ് ആഫ്റ്റർ ദ സെക്കൻഡ് ബ്ലോക്ക്, ഡബിൾ ക്ലിക്ക് and you can type it. Enter the third number and let the variable be num3. ഓക്കെ, സോ നമ്പർ 3 നമ്പർ നമ്മൾ റീഡ് ചെയ്തു. സോ ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത് ഏതാണ് സ്മോളസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ നമ്പർ എടുത്തിട്ട് അതിലെ സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം. അതിൻ്റെ റിസൾട്ടും മൂന്നാമത്തെ നമ്പറും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം. സോ ആ ലോജിക്കിൽ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ഒരു സെലക്ഷൻ വരും. സെലക്ഷൻ ബ്ലോക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് നമ്പർ num1, ആദ്യത്തെ നമ്പർ ലെസ് ദാൻ num2. ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാൾ ചെറുതാണ്. അപ്പം സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നമ്പർ 1 ആയിരിക്കും. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാം. അസൈൻമെൻറ്റ് ഫസ്റ്റ് നമ്പർ ചെറുതാണെങ്കിൽ സ്മോളസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മൾ റിസൾട്ട് വയ്ക്കുക. സ്മോളസ്റ്റ് അതിന് num1 ആയിരിക്കും നമ്മളുടെ സ്മോളസ്റ്റ്. ഓക്കെ, സോ നമ്പർ 1 സെക്കൻഡ് നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ 1 ആണ്. അല്ലെങ്കിൽ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് num2 ആണ്. ഓക്കെ, സോ ഔട്ട് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, സോ സ്മോളസ്റ്റ് നമ്പർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ സ്മോളസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിന് ശേഷം നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഒന്നാമത്തെ രണ്ടാമത്തെ നമ്പറിൽ സ്മോളസ്റ്റിൽ നമ്മൾ മൂന്നാമത്തെ നമ്പറായിട്ട് കമ്പയർ ചെയ്യണം. സോ ഈ റിസൾട്ടിന് ശേഷം ഈ കമ്പാരിസൺ yes or no കഴിഞ്ഞതിന് ശേഷം either number 1 will be the smallest or number 2 will be the smallest. Now we need to compare the smallest number with the number 3. So ഒരു ഡിസിഷൻ ബോക്സ് കൂടി നമുക്ക് വേണം. അത് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, സോ സ്മോളസ്റ്റ് ഓഫ് 3 ആണ് വേണ്ടത്. സോ മൂന്നാമത്തെ നമ്പർ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സോ കമ്പാരിസൺ നടക്കുന്നത് സ്മോളസ്റ്റ് എന്ന് പറയുന്ന നമ്പർ 3യേക്കാൾ ചെറുതാണോ എന്ന് നോക്കാം. സോ സ്മോളസ്റ്റ് ലെസ് ദാൻ num3. ഓക്കെ, സോ ഓൾറെഡി നമ്മളുടെ കണ്ടുപിടിച്ചിരിക്കുന്ന സ്മോളസ്റ്റ് നമ്പർ 3യേക്കാൾ ചെറുതാണ്. സോ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ആര് തന്നെയാണ്? നമ്പർ കണ്ടിരിക്കുന്ന ആൻസർ തന്നെയാണ് നമ്മുടെ സ്മോളസ്റ്റ്. ഇനി സ്മോളസ്റ്റ് നമ്പർ 3യേക്കാൾ വലുതാണെങ്കിൽ, അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ സ്മോളസ്റ്റ് മൂന്നാമത്തെ നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ, അതായത് മൂന്നാമത്തെ നമ്പറാണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് നമ്മൾ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. സ്മോളസ്റ്റിനെ റീഅസൈൻമെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സ്മോളസ്റ്റ് റീഅസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്പർ 3 ആണ്. സോ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് num3 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറും കമ്പയർ ചെയ്തു. ഫസ്റ്റ് നമ്പർ ചെറുതാണെങ്കിൽ സ്മോളസ്റ്റ് ഫസ്റ്റ് നമ്പറായി, അല്ലെങ്കിൽ സ്മോളസ്റ്റ് സെക്കൻഡ് നമ്പറായി. ഇനി ആ പ്രസന്റ് സ്മോളസ്റ്റ് നമ്പർ, സോ ഫസ്റ്റ് നമ്പറാണ് നമ്മുടെ സ്മോളസ്റ്റ് എങ്കിൽ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും കമ്പയർ ചെയ്തു. ഫസ്റ്റ് നമ്പർ ചെറുതാണ് എങ്കിൽ ഫസ്റ്റ് നമ്പർ തന്നെയാണ് നമ്മുടെ സ്മോളസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്പറാണ് നമ്മുടെ സ്മോളസ്റ്റ്. ഫൈനലി വി വിൽ പ്രിന്റ് ദ റിസൾട്ട് ഹിയർ.
ഓക്കെ, റിസൾട്ട് എന്ന് പറയുന്നത് ദ സ്മോളസ്റ്റ് of three is smallest. സോ ആദ്യം നമ്മളൊരു മെസ്സേജ് കൊടുത്തു, പിന്നെ നമ്മൾ വേരിയബിൾ കൊടുത്തു. ഓക്കെ, ഓക്കെ. സോ നമ്മൾ 3 നമ്പർ റീഡ് ചെയ്തു, 1ഉം 2ഉം കമ്പയർ ചെയ്ത് അതിൽ സ്മോളസ്റ്റ് കണ്ടുപിടിച്ചു. ആ സ്മോളസ്റ്റ് മൂന്നാമത്തെ നമ്പറും കമ്പയർ ചെയ്തു, അതിൽ സ്മോളസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ നമ്പർ വലുതാണെങ്കിൽ ഒരു അപ്ഡേഷൻ വേണ്ട, അത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. മൂന്നാമത്തെ നമ്പർ ആദ്യത്തെ 2 നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ സ്മോളസ്റ്റിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, ആൻസർ പ്രിന്റ് ചെയ്തു. ഓക്കെ, സോ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ ഓക്കെ, ആദ്യത്തെ നമ്പർ 6, രണ്ടാമത്തെ നമ്പർ 5. ഓക്കെ, സോ ഔട്ട് ഓഫ് നമ്പർ 2 ആണ്. നമ്മൾ നമ്പർ 1 നമ്പർ 2 നമ്മൾ സൈൻ ചെയ്തു. മൂന്നാമത്തെ നമ്പർ നമുക്ക് 3 കൊടുത്തു. സോ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ ദ സ്മോളസ്റ്റ് ഓഫ് 3 ഈസ് 3. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. സോ നമ്മൾ റൺ ചെയ്തു. ആദ്യത്തെ നമ്പർ 100 കൊടുത്തു, രണ്ടാമത്തെ നമ്പർ 0 കൊടുത്തു, മൂന്നാമത്തെ നമ്പർ -50 കൊടുത്തു. Okay, so the smallest of 3 is -50. Okay, so the logic, ഇതല്ലാതെ വേറെ ലോജിക് ഉണ്ട്. ആ ലോജിക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഏത് ലോജിക്കിൽ ട്രൈ ചെയ്താലും ഫൈനൽ റിസൾട്ട് വിൽ ബി സെയിം. സോ ഇതാണ് നമ്മൾക്ക് സ്മോളസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. 1ഉം 2ഉം കമ്പയർ ചെയ്തു, സ്മോളസ്റ്റ് കണ്ടുപിടിക്കാം. ആ സ്മോളസ്റ്റ് 3ഉം കമ്പയർ ചെയ്തു, സ്മോളസ്റ്റ് കണ്ടുപിടിക്കാം. ഫൈനലി ആൻസർ പ്രിന്റ് ചെയ്യാം. ഓക്കെ, നൗ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ഗ്രേഡ് ഏൺഡ് ബൈ എ സ്റ്റുഡൻറ് ബേസ്ഡ് ഓൺ KTU ഗ്രേഡ് സ്കെയിൽ യൂസിങ് ഇഫ്-എൽസ് ആൻഡ് കേസ് സ്ട്രക്ചർ. ഓക്കെ, സോ കേസ് സ്ട്രക്ചർ നമുക്ക് റാപ്റ്ററിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വഴിയില്ല. സോ നമ്മൾ ഇഫ്-എൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം KTUവിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. 90% എബവ് ഉണ്ടെങ്കിൽ O ആണ് ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 10 ആണ്. 85 to 90 ആണെങ്കിൽ A+ ആണ്, ഗ്രേഡ് പോയിന്റ് 9 ആണ്. ആൻഡ് 80 ആൻഡ് എബവ് ആണെങ്കിൽ 80 to 85 ആണെങ്കിൽ A ആണ്. അതുപോലെ <45 വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫ് എന്ന് പറയുന്ന ഗ്രേഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ KTUവിൻ്റെ ഗ്രേഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഗ്രേഡ് സിസ്റ്റം നമ്മൾ പെർസെൻറ്റേജിലെ മാർക്ക് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി ഏത് ഗ്രേഡിൽ വരുന്നു എന്ന് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഓക്കെ, നമുക്ക് പെർസെൻറ്റേജ് മാത്രമേ റീഡ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഫസ്റ്റ് എൻ്റർ ദ നമ്പറിന് പകരം എൻ്റർ ദി മാർക്ക് ഇൻ പെർസെൻറ്റേജ്. ഓക്കെ, എൻ്റർ ദ സെമസ്റ്റർ ടോട്ടൽ മാർക്ക് ഇൻ പെർസെൻറ്റേജ്. ഓക്കെ, സോ വേരിയബിളിന് നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. ഓക്കെ, സോ മാർക്ക് എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ വേരിയബിൾ നമ്മൾ റീഡ് ചെയ്തു. ദെൻ മാർക്ക് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് കമ്പയർ ചെയ്യണം. KTUവിൻ്റെ സ്കെയിൽ അനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. സോ കമ്പയർ ചെയ്യുന്നത് മാർക്ക് ഗ്രേറ്റർ ദാൻ 90% ആണെങ്കിൽ, ആസ് പെർ ദ ടേബിൾ ഗ്രേറ്റർ ദാൻ 90% ആണെങ്കിൽ ആ കുട്ടി ഓയിലാ വരിക. ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 10 ആണ്. സോ നമ്മൾ ഒരു കമ്പാരിസൺ കൊടുക്കണം. കമ്പാരിസൺ ബ്ലോക്ക് സെലക്ട് ചെയ്തു, അത് മാർക്ക് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്തു. അപ്പോൾ ഓപ്ഷനിൽ വരിക മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 or 95. 90 എബവ് ആണെങ്കിൽ, സോ 90 എബവ് ആണെങ്കിൽ, സോ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, അതാണ് നമ്മുടെ ഡിസിഷൻസ്. മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡിസിഷൻ വന്നു, he belongs to O ആൻഡ് ഗ്രേഡ് പോയിന്റ് 10 ആണ്. സോ നമ്മൾ അവിടെ ആൻസർ അപ്പം തന്നെ പ്രിന്റ് ചെയ്യും. 90 എബവ് ആണെങ്കിൽ നമുക്ക് മെസ്സേജ് കൊടുക്കാം, യുവർ ഗ്രേഡ് പോയിന്റ് ഈസ് 10 ഗ്രേഡ് പോയിന്റ് ഉണ്ട് ആൻഡ് ഗ്രേഡ് ഈസ്
ഔട്ട്സ്റ്റാൻഡിങ് ഓ എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ഇതാണ് നമ്മൾ മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആ കുട്ടിക്ക് 90% എബോവ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കാറ്റഗറി ഓ ആണെന്ന് പ്രിന്റ് ചെയ്തു. ഇനി 90% ഇല്ല, 85, ഇപ്പോൾ 90% താഴെയാണ് ആ കുട്ടിയുടെ മാർക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എന്നാൽ 85 എബോവ് ആണോ എന്നാണ് നോക്കേണ്ടത്. സോ വീണ്ടും നമുക്ക് ഒരു ഡിസിഷൻ ബോക്സ് കൂടെ വേണ്ടി വരും. സോ നോ ആണെങ്കിൽ മാത്രം ഈ ഡിസിഷൻ ചെക്ക് ചെയ്താൽ മതി. ദെൻ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 85. 85ന്റെ മുകളിലാണ്. സോ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മാർക്ക് ലെസ് ദാൻ 90 ആയിരിക്കും. സോ 90 ആണെങ്കിൽ മാത്രമേ ഇവിടെ വരുള്ളൂ. വീണ്ടും നമ്മൾ ലെസ് ദാൻ 90 ആണോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്ക് 90 എബോവ് ആണെങ്കിൽ ഹി ബിലോങ്സ് ടു ഓ വിത്ത് ഗ്രേഡ് പോയിന്റ്. ഓക്കെ, സോ മാർക്ക് 85ന്റെ എബോവ് ആണ്, അതായത് 90യുടെ താഴെയാണ്, 85ന്റെ എബോവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബ്ലോക്കിൽ ഒരു ഔട്ട് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാം. ഔട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ, അദ്ദേഹത്തിൻ്റെ മാർക്ക് 85 എബോവ് ആണെങ്കിൽ ഗ്രേഡ് പോയിന്റ് 9 ആണ്, ഹി ബിലോങ്സ് ടു ഗ്രേഡ് A+ ആണ്. സോ നമ്മൾ ആ മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്തു. 9 ഗ്രേഡ് പോയിന്റ് ഉണ്ട്, ബിലോങ്സ് ടു A+ ആണ്. ഇനി 85 ഇല്ലാത്ത കേസ് ആണെങ്കിൽ വീണ്ടും നമുക്ക് ഇതേപോലെ ഒരു ഡിസിഷൻ എടുക്കണം. എങ്ങനെയാണെങ്കിൽ 80 എബോവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ 90 എബോവ് ആണോ ചെക്ക് ചെയ്തു, ആണെങ്കിൽ ഓ പ്രിന്റ് ചെയ്തു. 90 എബോവ് ഇല്ല, അങ്ങനെയാണെങ്കിൽ 85 എബോവ് ആണെന്ന് നോക്കി. 85 എബോവ് ആണെങ്കിൽ A+ പ്രിന്റ് ചെയ്തു. 85 ഇല്ല, 85% ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഡിസിഷൻ കൊടുത്തു. അടുത്ത ഡിസിഷനിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 എബോവ് ആണോ അയാളുടെ മാർക്ക് എന്ന് നോക്കാം. സോ ഈ ബ്ലോക്കിൻ്റെ 80 എബോവ് ആവണമെങ്കിൽ 90% താഴെയാണ്, 90% താഴെ 85% താഴെ ആയിരിക്കണം, 80% എബോവ് ആയിരിക്കണം. എബോവ് ആണെങ്കിൽ നമുക്ക് ഈ ബ്ലോക്കിൽ അടുത്ത ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിന്റ് ചെയ്യാം. ഇവിടെ ഔട്ട്പുട്ട് സെലക്ട് ചെയ്തു, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്തു. ഔട്ട്പുട്ട് മെസ്സേജ് എന്ന് പറയുന്നത് 80 എബോവ് ആണെങ്കിൽ 8ഉം Aയുമാണ്. ഓക്കെ, സോ നമ്മൾ കറസ്പോണ്ടിങ് മെസ്സേജ് നമ്മൾ അവിടെ പ്രിന്റ് ചെയ്തു. ഹിസ് ഗ്രേഡ് പോയിന്റ് ഈസ് 8 ആൻഡ് ഹിസ് ഗ്രേഡ് ഈസ് 8. ഓക്കെ, വീണ്ടും നോ ആണെങ്കിൽ 80 എബോവ് ആണോ, അടുത്ത കേസ് 80 എബോവ് ഇല്ല എങ്കിൽ 75 എബോവ് ഉണ്ടോ എന്ന് നോക്കാം. 70 ആൻഡ് 80 എന്ന് നോക്കാം. സോ അടുത്ത 80ക്ക് പകരം നമ്മൾ 70 കൊടുക്കുക. സോ 70 എബോവ് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം? ഗ്രേഡ് പോയിന്റ് 70ക്ക് 80ക്ക് എബോവ് ആണെങ്കിൽ 70 ആൻഡ് 80ക്ക് എബോവ് ആണെങ്കിൽ ഗ്രേഡ് പോയിന്റ് 7ഉം B+ ആക്കി മാറ്റണം. സോ കറസ്പോണ്ടിങ് എൻട്രി എന്ന് പറയുന്നത് നോ ആണെങ്കിൽ 80 എബോവ് ഇല്ല എങ്കിൽ അടുത്ത ഡിസിഷൻ എടുത്തു, നമ്മൾ അതിൻ്റെ നോ പാർട്ടിൽ പ്ലേസ് ചെയ്തു. ഡിസിഷൻ ചെക്ക് ചെയ്യേണ്ടത് മാർക്ക് ഗ്രേറ്റർ ദാൻ 70 ആണോ എന്ന് നോക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 എന്നൊന്ന് നോക്കുക. ഓക്കെ, 70 എബോവ് ഉണ്ടെങ്കിൽ ഈ ബ്ലോക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ഔട്ട്പുട്ട് ബോക്സ് പ്രിന്റ് ചെയ്തു. ഓക്കെ, യെസ് ആണെങ്കിൽ ദെൻ ഇവിടുത്തെ മെസ്സേജ് എന്ന് പറയുന്നത് കൺട്രോൾ B അടിച്ചു, ഗ്രേഡ് പോയിന്റ് 7 ആണ്, അദ്ദേഹം B+ലാണ് വരിക. Okay, so likewise you can extend this no part next 60%, 6 and B. അടുത്ത നോയിലെ 50% കറസ്പോണ്ടിങ് നമ്മളുടെ ഗ്രേഡ് എന്താണോ ആ ഗ്രേഡ് പോയിന്റ് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സി കൊടുക്കാൻ പറ്റും, 5 കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് നോയിൽ വന്നിട്ട് നമുക്ക് ഫെയിൽ എന്നും കൊടുക്കാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത്. സോ 70% എബോവ് 70% താഴെയാണെങ്കിൽ നമുക്ക് 40ക്ക് പകരം 70 ആക്കാം. കംപ്ലീറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല, മീനിങ് ഇല്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി 70% താഴെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം അയാൾ ഫെയിലായി എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാം. ഓക്കെ, സോ അവിടെ നമ്മൾ കൊടുക്കുന്നത് യുവർ ഗ്രേഡ് ഈസ് F. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. 70% താഴെയാണെങ്കിൽ ഫെയിൽ ആവില്ല. ഓക്കെ, ഇത് സെയിം ബ്ലോക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മാത്രം മതി. ഈ ഒരു എക്സാമ്പിളിൽ 70 താഴെയാണെങ്കിൽ നമ്മൾ ഫെയിൽ എന്ന് അല്ലെങ്കിൽ F ആണ് എന്ന് കൊടുത്തു. സോ ഇതിന് ശേഷം ഏതെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്തു. ഒന്നുകിൽ 90 എബോവ് ആണെങ്കിൽ O പ്രിന്റ് ചെയ്തു, 85 എബോവ് ആണെങ്കിൽ A+ പ്രിന്റ് ചെയ്തു,
80 എബോ ആണെങ്കിൽ എ പ്ലസ് പ്രിന്റ് ചെയ്തു, അതല്ല 70 എബോ ആണെങ്കിൽ ബി പ്ലസ് പ്രിന്റ് ചെയ്തു, അതല്ല 70 താഴെയാണെങ്കിൽ നമ്മൾ എഫ് എന്ന് പ്രിന്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് ദ ലോജിക്. സോ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു. എൻ്റർ ദ മാർക്ക് നമ്മൾ 92% ആണുള്ളത് എന്ന് കൊടുത്തു. ഓക്കെ, സോ യുവർ ഗ്രേഡ് ഈസ് 10 ആൻഡ് ഗ്രേഡ് പോയിന്റ് ഈസ് 10 ആൻഡ് ഗ്രേഡ് ഈസ് ഓ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള റിസൾട്ട് പ്രിന്റ് ചെയ്തു. പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മളത് ക്ലിയർ ചെയ്തു. പ്രോഗ്രാം ഒന്നുകൂടെ റൺ ചെയ്തു. സോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 82 ആണെന്ന് വിചാരിക്കാം. 82 ആകുമ്പോൾ ഗ്രേഡ് പോയിന്റ് 8 ആണ് ആൻഡ് ഗ്രേഡ് ഈസ് എ. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചാർട്ടിലുള്ളത് പോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്തു. ഇത് ക്ലിയർ ചെയ്തു. ദെൻ ലെറ്റ്സ് ട്രൈ വിത്ത് ലാസ്റ്റ് എൽസ് പാർട്ട്. 60% മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. 60% ആണെങ്കിൽ ഔട്ട്പുട്ട് മെസ്സേജ് എന്ന് പറയുന്നത് യുവർ ഗ്രേഡ് ഈസ് എഫ്. ഓക്കെ, സോ റിയൽ പ്രോഗ്രാമിൽ സെയിം ബ്ലോക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. 60 ചെക്ക് ചെയ്യണം, 50 ചെക്ക് ചെയ്യണം, 45 ചെക്ക് ചെയ്യണം. 45ൻ്റെ നോയിലാണ് നമുക്ക് ആക്ച്വലി ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നത്. സോ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് നമ്മളുടെ സിലബസ് പ്രകാരമുള്ള ഗ്രേഡ് പോയിന്റ് അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാനുള്ള മെത്തേഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്, അടുത്ത പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് print the numbers from 1 to 50 in descending order. So descending ആയാലും ascending order ആയാലും സെയിം ലോജിക് ആണ്. നമുക്ക് 1 to 50യെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ പ്രോഗ്രാം. എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, സോ നമുക്ക് എൻ്റയർ ബ്ലോക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 50 മുതലാണ്, 50 മുതലാണ്. സോ ഒരു വേരിയബിളിന് നമ്മൾ അസൈൻമെന്റ് ചെയ്തു. വേരിയബിൾ സേ ഐ എന്ന് കൊടുക്കാം, അതിൻ്റെ വാല്യൂ 50. 50 മുതലാണ് നമുക്ക് പ്രിന്റ്. 50 ടു ഡിസെൻഡിങ് ഓർഡറാണ്. സോ 50, 49 എങ്ങനെയാണ് പ്രിന്റ് ചെയ്തത്. സോ നമ്മൾ കൊടുത്തു. അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കേണ്ടത് ഒരു ലൂപ്പാണ് എടുക്കേണ്ടത്. അതായത് 50 ടു ഡൗൺവേർഡ്സ് 1 വരെ നമുക്ക് പ്രിന്റ് ചെയ്യണം. സോ ഒരു ലൂപ്പ് വേണം. സോ ലൂപ്പിന്റെ സിമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് ലൂപ്പ് എന്ന് പറഞ്ഞ ബ്ലോക്കാണ്. അത് 50 അസൈൻമെന്റിന് ശേഷം നമ്മൾ ലൂപ്പോടെ പ്ലേസ് ചെയ്തു. സോ ലൂപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ കുറഞ്ഞ് ഐ ലെസ് ദാൻ 1 ആണെങ്കിൽ ഐ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം. സോ ഐ ലെസ് ദാൻ ഐ ഈസ് ഈക്വൽ ടു 1 ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഐ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 0യിലേക്ക് പോവുക. സോ ഐ ലെസ് ദാൻ 1 അല്ലെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് ചെക്ക് ചെയ്താലും മതി. സോ ഐ ലെസ് ദാൻ 1 നമ്മൾ ചെക്ക് ചെയ്തു. ഐ ലെസ് ദാൻ 1 ആവുന്നത് ഐയുടെ വാല്യൂ 0 ആകുമ്പോഴാണ്. സോ ഐ ലെസ് ദാൻ 1 ആണോ? അല്ല. ഐ ലെസ് ദാൻ 1 അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം. സോ നമ്മൾ നോയിൽ വന്നിട്ട് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. സോ പ്രിന്റ് ദ വാല്യൂ ഓഫ് ഐ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? ഐയുടെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കണം. സോ എഗെയിൻ അസൈൻമെന്റിലേക്ക് വന്നു. അതിന് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. ഐ അസൈൻഡ് സെറ്റ് ഐ ഈക്വൽ ടു ഐ മൈനസ് 1. ഐയുടെ വാല്യൂ ഒന്ന് കുറച്ചു. ഓക്കെ, സോ ഐ ഈസ് ഈക്വൽ ടു 49 ആയി. 49 ലെസ് ദാൻ 1 അല്ല. സോ 49 പ്രിന്റ് ചെയ്തു. ഐ ഈസ് ഈക്വൽ ടു 48 ആയി. വീണ്ടും വന്നു. ഐ ലെസ് ദാൻ 48 ലെസ് ദാൻ 1 അല്ല. സോ 48 പ്രിന്റ് ചെയ്തു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് നമ്മൾ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള എക്സാമിനായിട്ട് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ പ്രോഗ്രാം ഫ്ലോ ചാർട്ട് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 to 50, സി 50 പ്രിന്റഡ്, 49, 48, 47, 46 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അപ് ടു 1 വരെ ആയിരിക്കും. നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്പീഡ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിന്റഡ് അപ് ടു 1. ദെൻ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്തു, എൻഡ് ആയി. ഓക്കെ, സോ ഇവിടെ വേണമെങ്കിൽ പ്രോഗ്രാം ഈസ് ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ കൊടുക്കാം. ദാറ്റ് ഈസ് അപ് ടു. സോ അതാണ് 1 to 50 to 1 വരെ പ്രിന്റ് ചെയ്യാനുള്ള അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് 1 to 15 അസെൻഡിങ്ങിലാണ് വേണ്ടതെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുക. ലൂപ്പ് ഐ ഗ്രേറ്റർ ദാൻ 50 എന്ന് കൊടുക്കുക. 50യേക്കാൾ മുകളിലാണെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണം. ദെൻ പുട്ട് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹൗ ചേഞ്ചസ് ഐയുടെ വാല്യൂ നമ്മൾ 1ൽ തുടങ്ങി. ഓക്കെ, ഐയുടെ വാല്യൂ ലെസ് ദാൻ 1ന് പകരം ഗ്രേറ്റർ ദാൻ 50 കൊടുക്കുക. പുട്ട് ഐ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, then we will run the code.
1 2 3 44 50 50 പ്രിന്റ് ചെയ്തു. അത് 1 2 3 25 26 48 and 50. So this is the program for printing from 1 to 50 in ascending order. ഇനി എവറി ഈവൻ നമ്പർ ആണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ i = i + 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1357 എന്ന് വരും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് പ്രോഗ്രാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ദെൻ ഫൈൻഡ് ദ അടുത്ത ക്വസ്റ്റൻ തന്നിരിക്കുന്നത് ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഓഫ് n numbers inputted by the user. Find the sum of find the sum of n numbers. n നമ്പേഴ്സിന്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ കേസിൽ നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് നമ്പർ ഓഫ് നമ്പേഴ്സ് റീഡ് ചെയ്യണം, പിന്നെ നമുക്ക് ഓരോ നമ്പേഴ്സും റീഡ് ചെയ്യണം. സോ നമ്മൾ പ്രോഗ്രാം ഇത് ഡിലീറ്റ് ചെയ്തു, അസൈൻമെന്റ് ഡിലീറ്റ് ചെയ്തു. സോ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് നമ്പർ ഓഫ് നമ്പേഴ്സ് എത്രയാണെന്നുള്ളതാണ്. സോ നമ്പർ ഓഫ് നമ്പേഴ്സ്, സോ നമ്മൾ ആദ്യം ഇൻപുട്ട് റീഡ് ചെയ്തു, എത്ര നമ്പറാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. സോ മെസ്സേജ് എൻ്റർ ദി നമ്പർ ഓഫ് നമ്പേഴ്സ്. ഓക്കെ, നമ്മളതിനെ നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ലോഡ് ചെയ്തു. ഓക്കെ, സോ നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് നമുക്ക്. ഇനി നമ്മൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒരു റിസൾട്ടിലേക്ക് നമുക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, സോ റിസൾട്ട് വയ്ക്കാനായിട്ട് നമുക്കൊരു വേരിയബിൾ എടുക്കാം. ആ വേരിയബിൾ നമ്മൾ 0-ൽ അസൈൻ ചെയ്യും. സോ സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിന് സം = 0 ആണ്. ഓക്കെ, നൗ നമുക്കൊരു ലൂപ്പാണ് വേണ്ടത്. ലൂപ്പിലെ നമ്പർ ഓഫ് നമ്പേഴ്സ് നമുക്ക് 1 മുതൽ എത്ര നമ്പറാണോ വേണ്ടത് ആ നമ്പർ വരെ നമുക്ക് നമ്പറിനെ റീഡ് ചെയ്യണം. സോ ഒരു ലൂപ്പിലേക്ക് വന്നു, ലൂപ്പ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ നമ്പർ ഓഫ് നമ്പർ റീഡിങ് എന്ന് പറയുന്നത് നം ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കാം. നം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യണം. ഓക്കെ, സോറി നം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യണം. 0 അല്ല എങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് നമ്പറിന് റീഡ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യാനുള്ള ഇൻപുട്ട് കൊടുക്കുക. ഇവിടെ മെസ്സേജ് എൻ്റർ ദി നമ്പർ, ആദ്യത്തെ നമ്പർ റീഡ് ചെയ്തു. അത് നമ്മൾ എന്നിലേക്ക് നമ്മൾ റീഡ് ചെയ്തു, n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്തു. ദെൻ അവിടെ തന്നെ ആദ്യത്തെ നമ്പറിന് നമ്മൾ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്ത ഉടനെ തന്നെ അതിനെ സമ്മിലേക്ക് ആഡ് ചെയ്യുക. പ്രസന്റ് സം എന്ന് പറയുന്നത് 0 ആണ്. സോ ഒരു അസൈൻമെന്റ് കൂടെ കൊടുക്കുക, സം ഈക്വൽ ടു സം പ്ലസ് n. ഇപ്പോൾ റീഡ് ചെയ്ത നമ്പറും സമ്മും കൂടി ആക്കും. സോ ആദ്യത്തെ നമ്പറിനെ നമ്മൾ റീഡ് ചെയ്തു, ആ നമ്പർ ഇപ്പോൾ പ്രസന്റ് സം 0 ആണ്. സോ സം ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ആയി. വീണ്ടും സെക്കൻഡ് നമ്പറിനെ റീഡ് ചെയ്തു, പ്രസന്റ് നമ്പർ സം എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പറാണ്. സം പ്ലസ് n ആകുമ്പോൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ആഡ് ചെയ്യും. ഇങ്ങനെ ഓരോ പ്രാവശ്യവും n നമ്പർ ഓഫ് ടൈംസ് നമ്മൾ പ്രോഗ്രാമിന് റിസൾട്ട് പ്രിന്റ് ചെയ്തു. ദെൻ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് ലൂപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമുക്ക് റിസൾട്ടിനെ പ്രിന്റ് ചെയ്യണം. സോ നമ്മൾ ഔട്ട്പുട്ട് ഓക്കെ, നമ്മൾ റിസൾട്ട് പ്രിന്റ് ചെയ്യാണ്. ദി സം ഓഫ് നമ്പേഴ്സ് ഈസ് പ്ലസ് സം. സോ നമ്മുടെ റിസൾട്ടിനെ അവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ്, ഇത് ഇത്രയും സിമ്പിളാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആദ്യം എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു, ദെൻ സം ഈക്വൽ ടു 0 ഇനീഷ്യലൈസ് ചെയ്തു, ദെൻ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ, അതായത് 1 മുതൽ 10 വരെ 10 നമ്പർ, അപ്പോൾ 1 to 10 വരെ 10 നമ്പേഴ്സിനെ നമ്മൾ ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്തു. ഓരോ പ്രാവശ്യവും നമ്മൾ റീഡ് ചെയ്യുമ്പോൾ തന്നെ സമ്മിനോട് നമ്മൾ റിസൾട്ട് ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ, സോ നമ്മൾ പ്ലേ ചെയ്തു. നമ്പർ ഓഫ് നമ്പേഴ്സ് നമുക്ക് 2 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. സംതിങ് ലോജിക്കലായിട്ടുള്ള വ്യത്യാസം, ഒരു ചേഞ്ച് ഉണ്ട്. നമ്മളുടെ ഡെസിഷൻ തെറ്റിപ്പോയി. നം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തതാണ്. നം ലെസ് ദാൻ തെറ്റിപ്പോയത്. നമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ നോക്കാം, നം എന്ന് പറയുന്നത് 2 ലെസ് ദാൻ 1 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. സോ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 അല്ല, അപ്പോൾ നമുക്ക് നമ്പർ റീഡ് ചെയ്യണം. സോ അത് ലെസ് ദാൻ 1 ആണ് നമ്പറിൻ്റെ ലോജിക്ക് കൊടുക്കേണ്ടത്. ജസ്റ്റ് വിൽ ട്രൈ. Number of numbers is 2. Yes.
സോ നമ്പർ ഓഫ് നമ്പേഴ്സ് ഇസ് 2. അപ്പോൾ നമുക്ക് 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 അല്ല. ഓക്കെ, സോ 1 ആണോ 0 ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. എൻ്റർ ദ നമ്പർ. ഓക്കെ, ആദ്യത്തെ നമ്പർ നമ്മൾ റീഡ് ചെയ്തു. ആദ്യത്തെ നമ്പർ 1 ആണ്. നൗ എൻ്റർ ദ സെക്കൻഡ് നമ്പർ ചോദിച്ചു. രണ്ടാമത്തെ നമ്പർ 2 കൊടുത്തു. എൻ്റർ ദ നമ്പർ 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. 3 കൊടുത്തു. യെസ്, നമ്മൾ നമ്പറിൻ്റെ വാല്യൂ നമ്മൾ മോഡിഫൈ ചെയ്യുന്നില്ല. എവറി ടൈംസ് ഇറ്റ് ഈസ് ആസ്കിങ് ഫോർ നമ്പർ. സോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. സോ ഇൻഫിനിറ്റ് ലൂപ്പിലായിപ്പോയി. സോ ലെറ്റ്സ് ക്ലോസ് അവർ പ്രോഗ്രാം. നമ്പറിൻ്റെ വാല്യൂ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് മോഡിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓൾവേസ് ദാറ്റ് നമ്പർ ഈസ് ലെസ് ദാൻ 1. സോ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സമ്മ് കൂടി വരുന്നുണ്ട്. ഈ രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. So let's close the program. Where is Raptor? Yes, closed. Raptor. File open. First go to program ആകെ മാറിപ്പോയി. Let's do it again. Okay, input, enter the number of numbers. Let the variable be num, and let's assign sum equal to 0. Okay, then you have a decision. Num less than 1. We will read the number, enter the number, it will be n. Okay, then we will assign sum equal to sum plus n. Also number value കുറയ്ക്കണം. num equal to num minus 1. ഇതായിരുന്നു നമുക്ക് ആദ്യം പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയാം. നമ്പറിൻ്റെ വാല്യൂ കുറയ്ക്കുന്നില്ല. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഓൾവേസ് ഇറ്റ് വാസ് ഗ്രേറ്റർ ദാൻ 1. സോ ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോയി. ലെറ്റ്സ് ട്രൈ ദ കോഡ് നൗ. Enter the number of numbers, say let it be 2. Add the number 1. Program the result നമ്മൾ പ്രിന്റ് ചെയ്തിട്ടില്ല. So let's print.
സെലക്ഷൻ അല്ല, ലൂപ്പായിരുന്നു അല്ലേ? ലൂപ്പ് നം ലെസ് ദാൻ 0 ഇൻപുട്ട് BM. അടുത്തത് അസൈൻമെന്റ് ആണ്. അസൈൻമെന്റില് സം ഈക്വൽ ടു സം പ്ലസ് n num equal to num minus 1. Okay, finally we will print the result output. The sum of numbers is plus sum. Okay, let's run. So അത് നമ്മൾ നമ്പർ റീഡ് ചെയ്തു, സം 0 ഇനിഷ്യലൈസ് ചെയ്തു, ലൂപ്പിൽ കൊടുത്തു. ലൂപ്പിൽ കൊടുത്തിട്ട് നം ലെസ് ദാൻ 0 ആണെങ്കിൽ, അതായത് നമ്പർ 1 വരെ നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, സോ 10 നമ്പർ ഉണ്ടെങ്കിൽ 10 മുതൽ 1 വരെ നമുക്ക് 10 നമ്പർ കിട്ടും. സോ ലെറ്റ്സ് റൺ ദ കോഡ്. നമ്പർ ഓഫ് നമ്പേഴ്സ് സേ 2 ആണ്. ഡൺ. ആദ്യത്തെ നമ്പർ ചോദിച്ചു 1, രണ്ടാമത്തെ നമ്പർ ചോദിച്ചു 2, യെസ്, 3, 3 ചോദിക്കുന്നുണ്ട്. 3 നമ്പർ ചോദിച്ചു. സോ 3 നമ്പർ ചോദിക്കാനുള്ള കാരണം നമ്മുടെ കോഡിൽ നമ്മൾ ലെസ് ദാൻ 1 ആക്കണം. So we'll play number of numbers is 2. First number is 1. Second number is 2. Yes. Sum of numbers is 3. Okay, now program is correct. So നമ്മൾ ചെറിയ മിസ്റ്റേക്ക് ചെയ്തിരുന്നു. ആദ്യം നമ്പറിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ഇൻഫിനിറ്റ് ലൂപ്പായി പോയി. രണ്ടാമത്തെ ലൂപ്പിന് പകരം ഡിസിഷൻ ആയി കൊടുത്തത്. സോ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ റീഡ് ചെയ്തു, സമ്മിനെ 0 ഇനിഷ്യലൈസ് ചെയ്തു, ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. നം ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് നം ഈക്വൽ ടു 1 വരെ ചെയ്യും. ഓക്കെ, ലെസ് ദാൻ 0 എന്ന് പറഞ്ഞപ്പോൾ അത് 0 വരെ ചെയ്യുമായിരുന്നു. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ -1 പോയാലേ സ്റ്റോപ്പ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഒരു നമ്പർ കൂടുതൽ ചോദിച്ചത്. സോ നം ലെസ് ദാൻ 1 ആകുമ്പോൾ നം ഈക്വൽ ടു 10 മുതൽ അല്ലെങ്കിൽ 2 മുതൽ 1 വരെ. സോ 2നും 1നും കറസ്പോണ്ടിങ് ആയിട്ട് 2 നമ്പർ റീഡ് ചെയ്യും, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യും. സോ നമുക്ക് പ്രോഗ്രാമിന്റെ സ്പീഡ് അല്പം കൂട്ടിയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ 5 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ആദ്യത്തെ നമ്പർ 1, രണ്ടാമത്തെ നമ്പർ 2, മൂന്നാമത്തെ നമ്പർ 3, നാലാമത്തെ നമ്പർ 4, അഞ്ചാമത്തെ നമ്പർ 5. റിസൾട്ട് ഈസ് 15. 1 + 2 + 3 + 4 + 5 = 15. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടി. സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം ഫോർ ഫൈൻഡിങ് ദ സം ഓഫ് n നമ്പേഴ്സ്. നൗ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ആണ്. ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഓക്കെ, സോ പ്രോഗ്രാം ആദ്യത്തെ പോലെ തന്നെയാണ്. ഓക്കെ, എൻ്റർ ദ നമ്പർ ഓഫ് നമ്പേഴ്സിന് പകരം നമ്മൾ എൻ്റർ ദ നമ്പർ, ഏത് നമ്പറിനെയാണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് ആ നമ്പർ നമ്മൾ റീഡ് ചെയ്തു, നമ്മിലേക്ക് നമ്മൾ സേവ് ചെയ്തു. ദെൻ നമുക്ക് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അറിയാം, 1 മുതൽ ആ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. സോ 1 മുതൽ എന്ന് പറയാനായിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. സോ നമ്മളതിനെ i എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൊടുത്തു. സോ ഐയുടെ വാല്യൂ 1ലേക്ക് കൊടുത്തു. സോ i = 1 മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ആൻസർ വേണം. ആൻസറിന് വെക്കാനായിട്ട് നമുക്ക് ഫാക്ടോറിയൽ കൊടുത്തു. സോ ഈവൻ 0 ആണെങ്കിലും ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ ആൻസർ 1ൽ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, സോ ഫാക്ടോറിയൽ = 1ൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. സോ 2 വേരിയബിൾ വന്നു. നൗ നമുക്ക് 1 മുതൽ നമ്പർ വരെയാണ് നമുക്ക് ഈ നമ്പറിനെ മൾട്ടിപ്ലൈ. സോ നമ്മൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ലൂപ്പ് വേണം. സോ നമ്മൾ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്തു.
ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ നം വരെ റിപ്പീറ്റ് ചെയ്യണം. സോ ഐ ഗ്രേറ്റർ ദാൻ നം. ഐ ഗ്രേറ്റർ ദാൻ നമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം. സോ ഗ്രേറ്റർ ദാൻ നമ്പർ ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇനി ലെസ് ദാൻ നമ്പർ ആണെങ്കിൽ ഐയുടെ വാല്യൂ 1 ആണ്, നമ്പർ 10 ആണ്. സോ 1 ആണെങ്കിൽ നമുക്ക് ഫാക്ടറിനെ നമുക്ക് മോഡിഫൈ ചെയ്യണം. സോ മോഡിഫൈ ചെയ്യുന്നത് അസൈൻമെന്റിലാണ്. അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ വന്നിട്ട് സെറ്റ് വേരിയബിൾ ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഐ. സോ കറണ്ട് ഫാക്ടോറിയലും ഐയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നമ്മളുടെ ഐ വാല്യൂ. അടുത്തത് ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലൂപ്പായി പോകും. സോ വീണ്ടും ഒരു അസൈൻമെന്റ് കൂടി വേണം. അസൈൻമെന്റ് എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഓൾവേസ് ഐയുടെ വാല്യൂ ഗ്രേറ്റർ നമ്പർ ലെസ് ദാൻ നമ്പർ ആയിരിക്കും. ഈ ലൂപ്പ് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് പോകും. ആദ്യത്തെ പ്രവൃത്തി സംഭവിച്ചതുപോലെ തന്നെ അത് സംഭവിക്കും. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്പർ ഓഫ് നമ്പേഴ്സ് റീഡ് ചെയ്ത്, അല്ലെങ്കിൽ ഏത് നമ്പറിനെയാണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് നമ്പറിനെ നമ്മൾ റീഡ് ചെയ്തു, അതിന് നമ്പർ സേവ് ചെയ്തു. ദെൻ 1 മുതൽ നമ്പർ വരെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഐ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ലൂപ്പ് വേരിയബിൾ കൊടുത്തു. ലൂപ്പ് വേരിയബിളിന് ആൻസർ കീപ്പ് ചെയ്യാനായിട്ട് ഫാക്ടോറിയൽ എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. ആ ഫാക്ടോറിയലിനെ നമ്മൾ 1 ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ലൂപ്പിലേക്ക് വന്നു. ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് ഐയുടെ വാല്യൂ 1 മുതൽ നമ്പർ വരെ ഇൻക്രിമെന്റ് ചെയ്യണം. സോ നമ്പറിന്റെ മുകളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ +1 ആയി കഴിഞ്ഞാൽ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യണം. സോ ഇതാണ് പ്രോഗ്രാം ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്പർ ലെസ് ദാൻ നമ്പർ ആണെങ്കിൽ ഫാക്ടോറിയലും ഐയും തമ്മിൽ പ്രസന്റ് ഫാക്ടോറിയലും ഐയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, വീണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യും. സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വാല്യൂസ് 5 ഫാക്ടോറിയൽ ആണെന്ന് വിചാരിക്കുക, മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ 5 ഫാക്ടോറിയൽ ഈസ് 120 എന്ന് പറയുന്നത് റിസൾട്ട് കിട്ടി. Then for example let's keep values 3യുടെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ ആൻസർ പ്രിന്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആൻസർ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് പ്രിന്റ് ആഫ്റ്റർ the message is factorial of plus num plus is plus fact. Okay, let's run the code at 3. We'll get the result. Factorial of 3 is 6. 3ക്ക് ശേഷം ഒരു സ്പേസ് വരാത്തത്, ഈസിന് മുൻപ് നമ്മൾ സ്പേസ് കൊടുക്കണം. സ്പേസ് വരും. റൺ ചെയ്തു. ഫാക്ടോറിയൽ ഓഫ് 4 is 24. Okay, this is a simple program to find the factorial of a number. Okay, so factorial number largest of n numbers. നമുക്ക് n numbers ഉണ്ടായിരിക്കും, അതിന്റെ ലാർജസ്റ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. സോ ലാർജസ്റ്റ് ഓഫ് n numbers കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് നമുക്ക് ലാസ്റ്റ് ഉള്ളത്. ലാർജസ്റ്റ് ഓഫ് n numbers നമ്മൾ ലാർജസ്റ്റ് ഓഫ് 3 കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ അതേ ലോജിക്കാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ after let's delete this. Okay. Then the first നമുക്ക് ചോദിക്കേണ്ട enter the number of numbers ആണ്. enter the number of numbers. അത് നമുക്ക് നമ്മിലേക്ക് സേവ് ചെയ്തു. നമ്പർ ഓഫ് നമ്പേഴ്സ് റീഡ് ചെയ്തു. ദെൻ നമുക്ക് ലാർജസ്റ്റ് വെക്കാനായിട്ട് ഒരു വേരിയബിൾ വേണം. ആ ലാർജസ്റ്റ് പ്രസന്റ് ലാർജസ്റ്റ് നമുക്ക് 0 ആണ് എന്ന് അസ്യൂം ചെയ്യാം. സോ ലാർജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി 0. ഏത് വാല്യൂ ആയാലും വർക്ക് ചെയ്യും. സോ നമ്മൾ റാൻഡമായിട്ട് കൊടുക്കുന്നതിന് പകരം ഒരു 0 എന്നുള്ള നമ്പർ കൊടുത്തു. ദെൻ നമുക്ക് ഇപ്പോൾ 10 നമ്പറാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ 10 നമ്പർ ഓഫ് നമ്പേഴ്സിന് നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് ഒരു ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്യാം. സോ ലൂപ്പ് അവിടെ കൊടുത്തു. ലൂപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ലൂപ്പിൽ കൊടുക്കേണ്ട വേരിയബിൾ എന്ന് പറയുന്നത് ഓരോ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യണം. സോ നം എന്ന് പറയുന്നത് 0 വരെ ആണ് എത്തണം. നമ്മിനെ നമ്മൾ ആദ്യത്തെ നമ്പർ മുതൽ നം ഈക്വൽ ടു 0 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണം. സോ നം ഈക്വൽ ടു 0 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പറിനെ റീഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കണം. സോ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഇവിടെ നമ്മൾ മെസ്സേജ് കൊടുത്തു.
എൻ്റർ ദി നമ്പർ. സോ ആദ്യത്തെ നമ്പർ റീഡ് ചെയ്തു. ആ നമ്പർ നമുക്ക് എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്തു. സോ ആദ്യത്തെ നമ്പർ നമ്മൾ റീഡ് ചെയ്തു. ദെൻ ഈ വന്ന നമ്പർ 0യേക്കാൾ വലുതാണെങ്കിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് എൻ ആയിട്ട് മാറും. സോ നമുക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് വരും. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ഇവിടെ കൊടുത്തു. ഡിസിഷൻ നോക്കേണ്ടത് ഇപ്പോൾ വന്ന നമ്പർ എൻ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ്. സോ ഫസ്റ്റ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ എൻ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് കൊടുത്തു. ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, സോ എൻ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, എൻ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണ് എങ്കിൽ ലാർജസ്റ്റ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. എൻ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണെങ്കിൽ ലാർജസ്റ്റ് നമ്പറിന് നമ്മൾ എൻ വെച്ച് മോഡിഫൈ ചെയ്യണം. സോ ലാർജസ്റ്റ് അസൈൻമെന്റ് വന്നു. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് ലാർജസ്റ്റ് എന്ന് പറയുന്നത് എൻ ആയിട്ട് മാറും. ഓക്കെ, ലാർജസ്റ്റ് എൻ അല്ല എങ്കിൽ നമുക്കത് നോയിലേക്ക് വരും. നോ ആണെങ്കിൽ, അതായത് ലാർജസ്റ്റിന് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്പർ ഓഫ് നമ്പേഴ്സിന് ഒന്ന് കുറയണം, നമ്പിനെ ഒന്ന് കുറയ്ക്കണമെങ്കിൽ അത് 0യിലേക്ക് വരുള്ളൂ. സോ എഗെയിൻ ഒരു അസൈൻമെന്റ് നമ്മൾ ഇവിടെ അസൈൻ ചെയ്തു. ഓക്കെ, നംനെ നമ്മൾ മോഡിഫൈ ചെയ്തു. നം -1 ആയിട്ട് കുറച്ചു. ഓക്കെ, സോ നം ഈക്വൽ ടു നം -1 ചെയ്തു. ദെൻ ഫൈനലി നമ്മൾ വീണ്ടും ലൂപ്പിലേക്ക് പോയി. നം ഈക്വൽ ടു 0 ആണെന്ന് നോക്കി. സോ അതായത് 1 മുതൽ 10 നമ്പർ ഓഫ് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 10 നമ്പേഴ്സിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്തു. ഓരോ പ്രാവശ്യം ലാർജസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണെന്ന് നോക്കി. ഓരോ നമ്പർ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണ് വന്നിരുന്നെങ്കിൽ നമ്മൾ ലാർജസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്തു. സ്മോളസ്റ്റ് നമ്പർ വന്നെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഫൈനലി വി വിൽ പ്രിന്റ് റിസൾട്ട്. ഓക്കെ, സോ റിസൾട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തു. ആൻസർ എന്ന് പറയുന്നത് the largest number is plus largest. Okay, so largest പോയിട്ടുണ്ട്. ലാർജസ്റ്റ് കേസാണ് നമ്മുടെ സിമ്പിൾ പ്രോഗ്രാം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ റൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് പ്രോഗ്രാം റൺ ചെയ്തു. നമ്പർ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. സോ ലാർജസ്റ്റ് 0യിൽ ഇനിഷ്യലൈസ് ചെയ്തു. ആദ്യത്തെ നമ്പർ 1 ആണ്. രണ്ടാമത്തെ നമ്പർ 2 ആണ്. മൂന്നാമത്തെ നമ്പർ 3 ആണ്. ദെൻ ലാർജസ്റ്റ് നമ്പർ ഈസ് 3. 3 നമ്പർ കൊടുത്തതിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് കിട്ടി. ഓക്കെ, സോ ഇതിന് പ്രോഗ്രാം റൺ ചെയ്തു. നമുക്ക് 5 നമ്പർ എന്ന് വിചാരിക്കാം. ആദ്യത്തെ നമ്പർ 5 ആണ്. രണ്ടാമത്തെ നമ്പർ -1 ആണ്. മൂന്നാമത്തെ നമ്പർ 0 ആണ്. നാലാമത്തെ നമ്പർ 6 ആണ്. അഞ്ചാമത്തെ നമ്പർ -1 ആണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ നമ്പർ 6 ആണ്. സോ ദ ലാർജസ്റ്റ് നമ്പർ ഈസ് 6. സോ ഈ കേസിലെല്ലാം നമ്മൾ പ്രോഗ്രാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ലെറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഈസ് 3. എല്ലാ നമ്പറും മൈനസ് ആണെന്ന് വിചാരിക്കാം. -1. സെക്കൻഡ് നമ്പർ ഈസ് -2. തേർഡ് നമ്പർ ഈസ് -3. സോ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ എൻട്രി പ്രകാരം -1 ആണ്. ബട്ട് നമ്മളുടെ ഇവിടുത്തെ ലാർജസ്റ്റ് നമ്പർ പ്രിന്റ് ചെയ്തിരിക്കുന്ന 0 ആണ്. ലിസ്റ്റിൽ ഇല്ലാത്ത നമ്പറാണ് 0 ആയിട്ട് വന്നത്. ഈ കേസിൽ നമ്മളുടെ പ്രോഗ്രാം തെറ്റായിട്ടാണ് റിസൾട്ട് കാണുന്നത്. സോ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ അസൈൻമെന്റ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് അസൈൻ ചെയ്യും. സോ അതിന് പകരം അപ്പോൾ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ലാർജസ്റ്റ് 0യിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നതിന് പകരം ആദ്യത്തെ നമ്പറിനെ നമ്മൾ ലാർജസ്റ്റ് നമ്പറിലേക്ക് അസൈൻ ചെയ്യണം. സോ നമ്പർ ഓഫ് നമ്പേഴ്സ് റീഡ് ചെയ്തു. ദെൻ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു നമ്പറിനോട്, അതായത് ലിസ്റ്റിൽ ഫസ്റ്റ് നമ്പറിനെ റീഡ് ചെയ്യാൻ ചോദിക്കും. എൻ്റർ ദ നമ്പർ. സോ ആദ്യത്തെ നമ്പർ നമ്മൾ ലൂപ്പിന്റെ പുറത്തുനിന്ന് നമ്മൾ റീഡ് ചെയ്തു. അതിനെ നമ്മൾ ലാർജസ്റ്റിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, ദെൻ ലാർജസ്റ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് വേണം. സോ ആദ്യത്തെ നമ്പറിനെ റീഡ് ചെയ്തു. ദെൻ ആ നമ്പർ നമ്മൾ ലാർജസ്റ്റിലേക്ക് അസൈൻ ചെയ്തു. ദെൻ ലൂപ്പിലേക്ക് വന്നു. ദെൻ നമ്പർ ഈക്വൽ ടു 0 നോക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരു നമ്പർ നമ്മൾ റീഡ് ചെയ്തു. ഓക്കെ, ബാക്കി n-1 നമ്പർ റീഡ് ചെയ്താൽ മതി. സോ 1 ആകുമ്പോൾ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് നമ്പറിന് ഈ കോഡ് വർക്ക് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് റൺ ദ കോഡ്. നമ്പർ ഓഫ് നമ്പേഴ്സ് 3 ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് നമ്പർ -1, സെക്കൻഡ് നമ്പർ -2, തേർഡ് നമ്പർ -3,
ലാർജസ്റ്റ് നമ്പർ ഈസ് -1. ഓക്കെ, സോ നെഗറ്റീവിനും പോസിറ്റീവിനും മിക്സഡ് നമ്പേഴ്സിനും എല്ലാം ഈ പ്രോഗ്രാം വർക്ക് ചെയ്യും. സോ എക്സാക്ട് കോഡ് എന്ന് പറയുന്ന ഈ രീതിയിലാണ്. ലാസ്റ്റ് നമ്പർ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാ നമ്പർ നെഗറ്റീവ് ആകുന്ന കേസിൽ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. സോ സെയിം കോഡ് യു ക്യാൻ മോഡിഫൈ ടു ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഓഫ് n നമ്പേഴ്സ് ഓൾസോ. ലാർജസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. ലാർജസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പ്രോഗ്രാം വീണ്ടും ജസ്റ്റ് ചെറിയൊരു മോഡിഫിക്കേഷൻ നമ്മൾ നടത്തേണ്ടി വരും. ഓക്കെ, സോ ഇത്രയും എക്സ്പെരിമെൻറ്റ്സ് ആണ് സിലബസ് പ്രകാരം നമുക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇതുപോലെയുള്ള പ്രോഗ്രാംസ് സെർച്ച് ചെയ്തിട്ട് പ്രോഗ്രാംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് റാപ്റ്റർ സോഫ്റ്റ്വെയർ.